Ladies and gentlemen, hello. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മളൊന്നുകൂടെ വന്നിരിക്കുകയാണ്. 258 days. ക്യാമ്പിൽ വന്നിട്ട് ഇപ്പോൾ 8 മാസവും 2 ആഴ്ചയും. ഇങ്ങനെ പറയുമ്പോൾ 8 × 4 16 34 ആഴ്ചയായി ടോട്ടൽ. ആൻഡ് യോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ടൈപ്പ് സ്ക്രിപ്റ്റ് തുടക്കങ്ങളിൽ കുറച്ച് ജാവാ സ്ക്രിപ്റ്റ് സൂപ്പർ സെറ്റ് ആണെന്നൊക്കെ തുടങ്ങി. അതിൽ നമ്മൾ ചെറിയ ടു ഡു ആപ്പ് ചെയ്തു. ടൈപ്പ് സ്ക്രിപ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് ഏജസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആംഗുലറിലെത്തി. ആംഗുലർ പറയുകയാണെങ്കിൽ വളരെ രസകരമായ കാര്യം പറയാണ്. ആംഗുലറിൽ തുടക്കത്തിൽ എവിടുന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം ഒരു കൊടുത്തില്ല. എല്ലാ വീക്കിലും അങ്ങനെയാണ്. പക്ഷെ ആംഗുലർ തുടങ്ങി കണ്ടു നോക്കുമ്പോൾ സംഭവം തുടങ്ങി, പക്ഷെങ്കിൽ ഒരു സാധനം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യണമെന്നൊരു കൊടുത്തുമില്ല. അപ്പോൾ നമ്മളെ ഫസ്റ്റ് മെയിൻ പരിപാടി വെച്ചാൽ ഒരു വീക്ക് കിട്ടിയാലും സീനിയേഴ്സിൻ്റെ അവിടെയൊക്കെ പോയിട്ട് എന്താണ് എവിടെയാണ് സംഭവം ഇവിടുന്ന് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിലിങ്ങനെ നോക്കി ആംഗുലർ നല്ലൊരു പണിയാവുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എന്ത് തമിഴിൽ JVL ബ്ലോഗ്സ്മെന്റ് അതിലൊരു കോഡ് കണ്ടു നോക്കിയാലേ അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പം അത് കണ്ടു. ഓ സീരിയസ് ആണോ അത് ഞാൻ ആഫ്റ്റർ ദാറ്റ് ഐ വാച്ചിങ് ദാറ്റ് ഇറ്റ്സ് ബിക്കം ആംഗുലർ എന്തോ പെട്ടെന്ന് കുറച്ചുകൂടെ സിമ്പിളായി തോന്നിയ പോലെ. പിന്നെ അതിൽ ഒരു ടു ഡു ചെയ്തു. നെറ്റ്ഫ്ലിക്സിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് തിയറി ഒക്കെ നോക്കാണ്ട്. അപ്പാർട്ട് ഫ്രം പ്രോഗ്രസ് പറയുകയാണെങ്കിൽ ടൈപ്പിംഗ് സ്പീഡൊക്കെ ഇപ്പോൾ 42 46 ഏത് റേഞ്ചിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ടൈപ്പിങ്ങിൽ ബേസിക്കലി അത്ര സ്ട്രെസ്സായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഇനി. പിന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നോട്ടീസ് ആയത് വെച്ചാൽ എൻ്റെ മൊബൈൽ സ്ക്രീൻ ടൈം കുറച്ച് കൂടുണ്ട്. ഇത് കുറക്കണം. ഐ വാണ്ട് ടു there was a time when I only my screen time always 45 minutes and in between 1.5 hours. I want to regain back that. And 45 മിനിറ്റ്സ് എന്തായാലും വരും. കാരണം നമ്മൾ ഇവിടെ വാട്സപ്പ് നോക്കുകയാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിലാണ് വരിക. അപ്പോൾ ഇതുണ്ട്. ആൻഡ് പിന്നെ ഒന്ന് ഓർഡർ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് റെഡിയാക്കാൻ നോക്കി സ്ലീപ്പിംഗ് സ്കെഡ്യൂളാണ്. നോർമലി 10 മണി 11 ഇടയിൽ ഉറങ്ങുന്നത് ഇപ്പം ജസ്റ്റ് ഒന്ന് 9-ന്റെയും 10-ന്റെയും ഇടയിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നോർമൽ നേരത്തെ എണീക്കാൻ പറ്റും. രാവിലെ അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായി ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഐ ഓൾസോ ട്രൈഡ് IV Lee മെത്തേഡ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു വാച്ച് യു ക്യാൻ വാച്ച്. ലിങ്ക് ഈസ് നോട്ട് ഇൻ ഡിസ്ക്രിപ്ഷൻ. എന്ന് വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം പേജ് പോയിട്ട് എടുത്തോളും. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കഴിഞ്ഞ വീക്കിനേക്കാളും കഴിഞ്ഞ വീക്കിനേക്കാളും ഈ വീക്കിൽ വരുമ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. ആൻഡ് മെയിൻ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയാൻ കഴിഞ്ഞ വീക്കിൽ മെയിനായിട്ട് ഞാൻ നോക്കിയിരുന്നത് ഒന്ന് 17th ടൈപ്പ് സ്ക്രിപ്റ്റ് വീക്ക് കവർ ചെയ്യാനും അതുപോലെ തന്നെ ലോഗോ ക്രിയേറ്റ് ചെയ്യാനും. പക്ഷെ ലോഗോ ഇപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഒരു വേറെ വർക്കാണ്. ലോഗോ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഈ വീക്കിലെ ആംഗുലറിന്റെ ക്രാക്ക് ചെയ്യുക ലോഗോ. അതാണ് ഇപ്പോൾ ഈ വീക്കിൽ ഞാൻ മെയിനായിട്ട് ചെയ്തു തീർക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ആംഗുലർ തുടങ്ങി. ആംഗുലർ കഴിഞ്ഞാൽ ഞാനിപ്പോൾ മോങ്കോ എക്സ്പ്രസ് ആംഗുലർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നോഡ്ജേഴ്സ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇനി റെസ്യൂമുകളും അപ്ലൈകളും ഒക്കെ തുടങ്ങണം. റെസ്യൂമ് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ ആഴ്ച കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങണം. അപ്പോൾ that's and when you're talking about some other progress, that's it. പിന്നെ ഈ വീക്കില് ഈ മന്തിൽ നമ്മൾ 2 ബുക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം സ്റ്റീവ് ജോബ്സിന്റെ ലാസ്റ്റ് എൻഡോട് അടുത്തിരിക്കുകയാണ്. ആൻഡ് സ്റ്റീവ് ജോബ്സിന്റെ ആ ബുക്കിനെ കുറിച്ച് വേറെ തന്നെ വീഡിയോ ചെയ്യണോ. ദാറ്റ്സ് അമേസിംഗ് ബുക്ക്. It's not about the points I have taken from that. It's more about some confusion and some questions about it. And that's all. Until next time.
ടേക്ക് കെയർ, പീസ് ഔട്ട്.